മിമിക്രിയിൽ ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു രൂപസാദൃശ്യം വെച്ചിട്ട് ആൾക്കാരൊക്കെ പറയും മമ്മൂക്കയാണ് പിന്നെ സുരാജിൽ കൂടുതൽ നമുക്ക് തോന്നുന്നതെന്ന് പറയും രൂപസാദൃശ്യം. അപ്പോൾ ഞാൻ മമ്മൂക്കാരെ ഫിഗറാണ് കൂടുതൽ മിമിക്രി വേദികളിൽ ചെയ്തിട്ടുള്ളത്. അതേ എനിക്ക് ആപ്റ്റാവും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ എനിക്ക് മമ്മൂക്കയെ കാണണം, പരിചയപ്പെടണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോഴൊക്കെ ചെന്ന് ദൂരെയൊക്കെ മാറി നിൽക്കും, പക്ഷേ അടുപ്പിക്കില്ല. പുള്ളി വരുന്ന കാറിൽ വന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇത്രയും പരുക്കനാണോ ഈ മനുഷ്യൻ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പിന്നീട് കൈരളി ചാനലിൽ ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ഒരു ദിവസം ഫോണിൽ വിളിച്ചു, ഞാൻ മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ കരുതി ഇനി കൈരളി ചാനലിൽ ആരെങ്കിലും പറ്റിക്കണമായിരിക്കും. ഞാൻ പറഞ്ഞു, പറയൂ, ഞാൻ ലാല, എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്തോ സംസാരിച്ചിട്ട് ടപ്പനെ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ കൈരളിയിൽ വിളിച്ചു, അണ്ണാ മമ്മൂക്ക എന്ന് പറഞ്ഞിട്ട് പാര് വിളിച്ച്, ഡേയ് നമ്മുടെ മമ്മൂക്കയാണ് ഇതാ കൈരളി ചാനലിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ അവിടെ ചെന്നു, തൻ്റെ പരിപാടിയൊക്കെ ഞാൻ കാണാറുണ്ട്, കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. ആ തിരുവനന്തപുരം സ്ലാങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീ പഠിച്ചതാ? അതെ, നിൻ്റെ സംസാരമല്ലേ ഇത് എൻ്റെ ഇടയിൽ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഞാൻ കൂടുതലും പഠിച്ചതാണ്, പിന്നെ എനിക്ക് ഈ സ്ലാങ്ങിനോട് കൂടുതൽ ഇഷ്ടം തോന്നി. എനിക്കും എന്തായാലും ഇഷ്ടമുണ്ട്. എൻ്റെ ഒരു സിനിമ ഇപ്പോൾ ഉടനെ വരെയാണ്, എനിക്ക് അതിലുമായിട്ട് പിന്നെ നീ ഒന്ന് സഹകരിക്കണം, ആ സ്ലാങ് എനിക്കൊന്ന് കുറച്ച് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന മമ്മൂക്ക പെട്ടെന്ന് എന്നെ വിളിക്കുക, നമ്മൾ നേരിട്ട് പുള്ളിയുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും എനിക്ക് ഇതുവരെ അത് സ്വപ്നമാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. ഇത് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അങ്ങനെ കൂട്ടുകാരുടെയൊക്കെ പറഞ്ഞേ, ഇന്ന് മമ്മൂക്ക എന്നെ വിളിച്ചിരുന്നു, ഞങ്ങളുടെ മമ്മൂക്ക വിളിച്ച്, അങ്ങനെയൊക്കെ കുറേ കളിയാക്കലൊക്കെ ഞാൻ സഹിച്ചു. എന്നിട്ട് അതിനുശേഷം പിന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ സിനിമ അങ്ങ് മാറി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ജനം അങ്ങ് വരുത്തി തീർത്തു. കാര്യം എൻ്റെ സുഹൃത്തുക്കളെ തന്നെ. അതിനുശേഷം എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് രാജമാണിക്യം എന്ന സിനിമ. അപ്പോൾ രാജമാണിക്യം എന്ന സിനിമയിൽ പിന്നെ മമ്മൂക്ക എന്നെ വിളിച്ച് പറഞ്ഞു, ഇതിൽ നമുക്ക് തിരുവനന്തപുരം സ്ലാങ് ഇതിൽ ചെയ്യണം, അപ്പോൾ തീർച്ചയായിട്ടും നീ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്, ഇത്രയും സ്റ്റേജ് പ്രോഗ്രാം കട്ട് ചെയ്തിട്ടാണ് പോണത്. കാര്യം ഒരു സ്റ്റേജ് പ്രോഗ്രാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10,000-3,000 രൂപ കിട്ടും, അല്ല 3,000 രൂപ പോയി കിട്ടും. അപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ട് മമ്മൂക്കയെ കാണാനും കൂടുതൽ സംസാരിക്കാനും പറ്റിയ ഒരു അവസരമാണെന്ന് കരുതിയിട്ട് നേരെ പോവുകയാണ് പൊള്ളാച്ചിക്ക്. അവിടെ ചെന്ന് പുള്ളിയായിട്ട് ഫസ്റ്റ് ഡേ തന്നെ ചെന്നപ്പോൾ തന്നെ പരുക്കനായ കഥാപാത്രം റൂമിൽ വന്നിട്ട് ഷർട്ട് ചെറുതായെന്ന് പറഞ്ഞിട്ട് കോസ്റ്റ്യൂമർ, എന്തോടോ നിനക്ക് നിൻ്റേതായ പണിയില്ലേ, അപ്പോൾ അത് നിനക്ക് ക്ലിയറായിട്ട് ചെയ്തിട്ട്. ഞാൻ അപ്പോഴേ തന്നെ പകുതി മരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് 10-50 ദിവസം നിൽക്കാൻ പറ്റുന്നത്. എൻ്റെ ഈശ്വര, വേണോ പോണോ, നിൽക്കണോ പോണോ എന്നൊക്കെ വീട്ടുകാരെയും എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ പുറത്ത് നിന്നിട്ട് വീണ്ടും പിന്നെ അതിൻ്റെ കൺട്രോളെടുത്ത് ചോദിച്ചു, ചേട്ടാ എന്ത് ചേട്ടാ, എനിക്ക് ഭയങ്കര പേടിയാണ്. നീ പേടിയാവുന്നുണ്ട്, ഇതൊന്നും അല്ല ആൾ, നീ അടുത്ത് കഴിഞ്ഞാൽ വളരെ കൂളാണ്, നീ ധൈര്യമായിട്ട് എടുത്തു, നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ ക്ലിയറായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ രാജമാണിക്യത്തിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പുള്ളി ഇങ്ങനെ മുറുക്കാൻ ചവച്ചിട്ട് ഇങ്ങനെ തുപ്പിയിട്ട് ഇങ്ങനെ നോക്കുന്നത്, യവൻ പുലിയാണ് കേട്ടാ, പുലിയെന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, കഴുതപ്പുലി എന്ന് പറയുന്ന ആ ഡയലോഗ് ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് മമ്മൂക്ക പറയുകയാണ്. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഡയറക്ടർ ശരിക്കും ഓക്കെ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ അതിൽ ഒന്നുകൂടി പിന്നെ വേണം എന്ന് എനിക്കൊരു തോന്നൽ. കാര്യം അത് ആ രീതിയിൽ പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചെന്ന് മമ്മൂക്ക അടുത്ത് പറഞ്ഞു, മമ്മൂക്ക, അപ്പോൾ പുള്ളി ഷർട്ട് മാറ്റാനായിട്ട് നിൽക്കുകയാണ്. സീൻ കഴിഞ്ഞു, പിന്നെ ഷർട്ട് ഊരിക്കൊണ്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ചെറിയതുണ്ട്. അപ്പോൾ അൻവറിനോടത്ത് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ അൻവർ പറഞ്ഞു, ഇല്ല സുരാജ് എന്ന് ചോദിച്ചാൽ മതി, എല്ലാം കഴിഞ്ഞതല്ലേടാ, ഞാൻ ഇനിയിപ്പോൾ എങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് ഇക്കാരുടെ അടുത്ത് പറയാനുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു, ആ ഷോട്ട് മാത്രം ഒന്നുകൂടി എടുത്താൽ രസമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, ആണോ നിനക്ക് ഉറപ്പുണ്ടോ? നമ്മൾ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് ഊരിയ മനുഷ്യൻ അടുത്ത വീണ്ടും ആ ജുബ്ബ എടുത്തിട്ട് വന്ന് ആ ഡയലോഗ് എടുത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് കറക്റ്റാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീ മമ്മൂക്ക. ബസ് കണ്ടക്ടർ എന്ന സിനിമയ്ക്ക് ശേഷം പിന്നെ എനിക്ക് ചാൻസുകളൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്കയെ വിളിക്കും, മമ്മൂക്ക എന്തെങ്കിലും വല്ല പരിപാടി ഉണ്ടോ, ഞാൻ വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യും, ഒന്നീ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യ്, ഇല്ലെങ്കിൽ സിനിമ ചെയ്യ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി എന്നാൽ സ്റ്റേജ് പ്രോഗ്രാം നിർത്താം. അതെല്ലാം നിർത്തിയതിന് ശേഷം നീ എന്നെ വിളിക്കാൻ പറഞ്ഞു. അവസാനം സിനിമ കിട്ടുമെന്ന് പറഞ്ഞ് സ്റ്റേജ് പ്രോഗ്രാം ഞാൻ ഫുള്ളങ്ങ് നിർത്തി. നോക്കിയപ്പോൾ സിനിമയില്ല, സ്റ്റേജ് പ്രോഗ്രാം ഇല്ല, തെണ്ടിയ അവസ്ഥ. അപ്പം ഞാൻ വീണ്ടും വിളിച്ചു മമ്മൂക്ക അറിയാമല്ലോ, ഞാൻ ഇക്ക പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജ് പ്രോഗ്രാം നിർത്തി. നിർത്തിയോ, സന്തോഷം, ഇനി നന്നാവാൻ നോക്ക്. അല്ല ഇക്ക, ഇനിയിപ്പോൾ പച്ചരി വാങ്ങിക്കാൻ വേറെ നിവൃത്തിയില്ല, സിനിമയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണം? ഇക്ക ഒരു വഴി പറഞ്ഞാൽ, ഞാനിപ്പോൾ വഴി പറയാൻ ഒറ്റ വഴിയേ ഉള്ളൂ, നീ
ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ വക്കിലെത്താൻ നേരത്ത് നീ എന്നെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്തിനാ, ആത്മഹത്യ ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാമെന്ന്. കുരുക്കിടണോ അതിനെ വണ്ടി ഇടിച്ച് കൊല്ലണോ ഏത് രീതിയിലാണെന്ന്. അപ്പോൾ അതെല്ലാം ഹ്യൂമറായിട്ട് തന്നെ പുള്ളി എടുത്ത് സംസാരിക്കുകയും ശരിക്കും പിന്നെയുള്ള സിനിമകളിൽ പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ റെക്കമെൻഡ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്.